ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. ഞാനൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ കേരള സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് സോയ ചങ്ക്സ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, അങ്ങനെ കുറേ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണിക്ക് ആവശ്യമായ ചെമ്മീനാണിത്. ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ക്ലീൻ ചെയ്ത് വെച്ചത് ഇതൊരു 1/2 കിലോ ചെമ്മീൻ ഉണ്ടാവും. ഈ ചെമ്മീനിലേക്ക് കുറച്ച് മസാലകളെല്ലാം പുരട്ടി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കണം. ഈ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ അരിയാണ്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് കുറച്ച് മാറ്റി വെക്കാം. ചോറിന് ആവശ്യമായ മസാലകളാണിത്: പട്ട, കറേമ്പ്, ഏലക്ക, വലിയ ജീരകം. ഒരു മീഡിയം സവാള കനം കുറച്ച് ഇതുപോലെ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത്. ഈ സവാള നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. കശുവണ്ടി 2ആയിട്ട് പിളർന്നത്, കിസ്മിസ്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ്. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ കുറേശ്ശെയായിട്ട് പല പ്രാവശ്യം ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഞാനിത് കുറച്ച് കൂടുതൽ എണ്ണയിട്ടാണ് വറുക്കുന്നത്. ഈ എണ്ണ നമുക്ക് കളയണ്ട. നമുക്ക് ഈ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം. ചെമ്മീൻ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെമ്മീൻ കൂടുതൽ മൊരിഞ്ഞു പോകരുത്. കൂടുതൽ മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും ചെമ്മീൻ. അതുകൊണ്ട് പാകത്തിന് തന്നെ വറുത്തെടുക്കണം, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച്. ഇപ്പോൾ ചെമ്മീൻ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ചെമ്മീൻ 2 സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള ചെമ്മീനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ബിരിയാണിക്ക് മസാലക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ മുറിച്ചത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. തക്കാളി 3 മീഡിയം, ഇത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാനുള്ളതാണ്. ബിരിയാണിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്: വലിയ ജീരകം പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ബിരിയാണിക്ക് ആവശ്യമുള്ള തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ആ ചെമ്മീൻ വറുത്ത എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ തക്കാളിയെല്ലാം കാണുന്ന പോലെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ മസാലയിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത്. മസാല ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി പാൻ ഒന്ന് മൂടിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മസാലയൊക്കെ ഒന്ന് ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ചെമ്മീൻ മസാല പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഈ സവാള നമുക്ക് ബിരിയാണിയുടെ പുറത്ത് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. സവാള ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കൂടി ഇട്ട് നന്നായിട്ട് വറുക്കണം. കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് നന്നായിട്ട് വറുക്കാം. കശുവണ്ടിയും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് നമുക്ക് പട്ട, കറേമ്പ്, ഏലക്ക, വലിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് പൊട്ടിക്കണം. ഇവ നല്ലതുപോലെ മൂത്തൊരു നല്ല മണമൊക്കെ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഈ അരി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തോരം അരിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പാൻ മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് പാൻ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അരിയിലെ വെള്ളമെല്ലാം വറ്റി ചോറ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബിരിയാണി എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചോറും മസാലയും കൂടി ഒന്ന് ലെയർ ചെയ്യണം. അതിനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറിൽ നിന്ന് പകുതി ചോറ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം മസാല ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ചോറിട്ടാലും മതി. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചോറിട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാലയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ പുറത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും വിതറി കൊടുക്കണം. അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി വിതറി കൊടുക്കണം. വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. ചോറിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചെമ്മീൻ മസാലയും കൂടി അതിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, സവാളയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനം ഇതിന്റെ പുറത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാൻ മൂടി. ഞാനിവിടെ പാൻ മൂടിയതിന് ശേഷം ഇതുപോലൊരു പഴയ പാനോ അല്ലെങ്കിൽ ചപ്പാത്തി ചട്ടിയോ വെച്ചിട്ട് അതിന്റെ പുറത്താണ് ബിരിയാണി പാത്രം വെക്കുന്നത്. അപ്പോൾ ഒട്ടും അടിയൊന്നും കരിഞ്ഞു പോവാതെ നമുക്ക് നല്ല പാകത്തിന് റെഡി ആയിട്ട് കിട്ടും. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ബിരിയാണി ദമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കൊതിയൂർന്ന മണം വരുന്നുണ്ട്. നെയ്യുടെയും കശുവണ്ടിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ബലത്തിലൊന്നും മിക്സ് ചെയ്യേണ്ട. ബലത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ബിരിയാണി നമുക്ക് റൈത്ത, അച്ചാറ്, സമ്മന്തി, പപ്പട ഇവയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.